ഹലോ ഷംസൂസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് 2 ഇഞ്ചിയുടെ ചെറിയൊരു പീസാണ്. അതുപോലെ തന്നെ നമുക്കൊരു വെളുത്തുള്ളി വേണം. വെളുത്തുള്ളിയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പീസ് സവാള വേണം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളക്. പിന്നെ വേണ്ടത് ചെറുള്ളിയാണ്. ഒരു 4 ചെറിയ ചെറുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് കല്ലിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എടുത്തിട്ടുണ്ട്, കല്ലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചതച്ചെടുക്കേണ്ടത് നമുക്ക് ഇഞ്ചി, അതുപോലെ തന്നെ ചീരുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത് 3ആണ് ഇതിൽ ചതച്ചെടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു മിക്സിയിലിട്ട് അരക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ കല്ലുകളിൽ അരച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ്. മൺചട്ടിയിലാണ് നമ്മൾ കറി വെക്കുക. മൺചട്ടിയിൽ കറി വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, ടേസ്റ്റ് കൂടാൻ കുറച്ചുകൂടി നല്ലതാണ്. മൺചട്ടിയിലാണ് നമുക്ക് കറി വെക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യമായിട്ട് ഇത് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഓയിലല്ല, വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും, അതുപോലെ തന്നെ ഇഞ്ചി ഇപ്പോൾ ചേർക്കേണ്ട, ഇഞ്ചി കുറച്ച് ഇഞ്ചി എടുത്താൽ മതി. വെളുത്തുള്ളി, അതുപോലെ തന്നെ ചീരുള്ളി, പിന്നെ പച്ചമുളക്, ഇത് 3 നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി, അതുപോലെ തന്നെ സവാള, ബാക്കിയുള്ള സാധനം ഇട്ട് കൊടുക്കുക. നമ്മൾ സവാള, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലവണ്ണം ഇത് മൂത്ത് വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്കൊരു 1/2 ടീസ്പൂണേ ആവശ്യമുള്ളൂ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുകയാണ്. പിന്നെ മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലിയാണ്, നമുക്കറിയാം എരിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂൺ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുരുമുളക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇത്ര ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മുളക് പൊടിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി യൂസ് ചെയ്യും. മല്ലിപ്പൊടി നമുക്ക് അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട്. പിന്നെ ഉള്ളത് ചെറുജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. പോട്ടത് ഞാൻ കുരുമുളകാണ്. കുരുമുളക് പൊടി ഞാനൊരു 1 ടീസ്പൂൺ തന്നെ കുരുമുളക്, കുറച്ച് അധികം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 1.25 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഈ മസാലയൊക്കെ നല്ലവണ്ണം ഒന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മളിടുന്നത് തക്കാളിയാണ്. ഇപ്പോൾ തക്കാളി ഞാൻ പറഞ്ഞു ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാനൊരു 2 പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തക്കാളി നമുക്കൊരു 1.5 പീസ് മതി. കാരണം നമ്മൾ 1/2 കിലോ ചിക്കനിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മസാല വളരെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഉടയണം, തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടയണം. അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് ഉടക്കാൻ വേണ്ടിയിട്ട് പാന് കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക വേണം. നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തില്ലേ, അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്കിനി ഉപ്പിനി അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം മസാലയൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1/2 കിലോ കപ്പ് ചിക്കൻ ഞാൻ ഇട്ട് കൊടുക്കാം. ചിക്കന് നല്ല രീതിയിൽ മസാല പിടിക്കുന്ന രൂപത്തിൽ നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കന് നല്ല രീതിയിൽ മസാലയൊക്കെ ആയിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാൻ മൂടി വെച്ചാൽ. അപ്പോൾ സിമ്മിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഹൈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ചിക്കനിൽ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വറ്റുന്ന വരെ നോക്കാം. അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഇനി ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം നമുക്ക് യൂസ് ചെയ്യാം. ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു 1/2 കിലോ ആയതുകൊണ്ട് തന്നെ ഒരു 1.5 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ ഇത് നല്ല രീതിയിൽ അത്യാവശ്യം വെള്ളം കറിയിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു കുറുന്നന ഉള്ള രൂപത്തിലാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം 1.5 ഗ്ലാസ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അടച്ചു വെച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ വേവുന്നവരെ വേവിക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാൻ നല്ലതാണ്, കാരണം അടി പിടിക്കാതിരിക്കാൻ ബെറ്ററാണ്. ഇപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിയൊന്ന് പിടിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതിലേക്ക് ഇടാൻ ഗരം മസാല ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഗരം മസാലകളും ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ കുറച്ച് കരിവേപ്പില, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്മെല്ല് കൂടി ഉണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടി വെച്ച് നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പുട്ടിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്.